Hello friends, welcome to my YouTube channel Andro Creations. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ കിട്ടിയ ഏതെങ്കിലും മൊബൈൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങാൻ പോകുന്നു. ആ ഒരു ഫോൺ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ പോകുന്ന ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തന്നെ ഫോൺ ഇതിനു മുമ്പേ പൊളിച്ച ഫോണാണോ, അതായത് പൊളിച്ച് റിപ്പയർ ചെയ്ത ഫോണാണോ, ഡിസ്പ്ലേ മാറിയ ഫോണാണോ, ബോർഡിൽ എന്തെങ്കിലും വർക്ക് ചെയ്ത ഫോണാണോ, അതൊക്കെ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ അതിലേക്ക് പോകാം. ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇതിന് മുമ്പേ പൊളിച്ച് പണി ചെയ്ത ഫോണാണോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുക, അതായത് ഓൾറെഡി റിപ്പയർ ചെയ്തൊരു ഫോണാണോ നമ്മുടെ കയ്യിൽ കിട്ടിയത് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് ഹാൻഡൊക്കെ ഫോൺ നിങ്ങൾ എവിടെ നിന്നെങ്കിലൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് പണി ചെയ്ത ഫോണാണോ ഇല്ലയോ, ഏതെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് ഏതെങ്കിലും ഷോപ്പിൽ കൊടുത്ത് ചെയ്ത ഫോണാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് കവർ ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. ബാക്ക് കവർ എങ്ങനെയാണ് ഓപ്പൺ ആക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറയുന്നതിനുള്ളതാണ്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്, തീർച്ചയായിട്ടും കാണുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് കവർ ഓപ്പൺ ആക്കുകയാണ്. ബാക്ക് കവർ ഓപ്പൺ ആക്കിയ ശേഷം ബാക്ക് കവർ ഓപ്പൺ ആക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റിൻ്റെ സെൻസറൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കണക്ടർ ഇവിടെ കാണും. ആ ഒരു കണക്ടർ ഇളക്കിയതിന് ശേഷം അത് ഇളക്കും, ഇല്ലെങ്കിൽ ആ ഫിംഗർ പ്രിൻറ്റിൻ്റെ ആ ഒരു കണക്ടർ പൊട്ടിപ്പോകാനുള്ള സ്ട്രിപ്പ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്ക് കവർ ഇളക്കിയ ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ഇതാണ് മെയിൻ ബോർഡ്. ഇവിടെയാണ് ഇതിൻ്റെ മദർ ബോർഡ് അല്ലെങ്കിൽ മെയിൻ ബോർഡ് എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ്. ഓക്കെ, ഈ മുകളിലായിട്ടായിരിക്കും കാണുന്നത് മദർ ബോർഡ് കാണുന്നത്. ഓക്കെ, താഴെ എന്ന് പറഞ്ഞാൽ സബ് ബോർഡാണ്, ഇതിൻ്റെ CC ബോർഡ് എന്ന് പറയും. താഴെ വരുന്നത് CC ബോർഡും മുകളിൽ വരുന്നത് മെയിൻ ബോർഡ് അല്ലെങ്കിൽ മദർ ബോർഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ട, ഇതൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് കണ്ട, MI എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ. താഴെയും അതേപോലെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റിക്കർ അവിടെ തന്നെ യാതൊരുവിധ ഡാമേജസും ഇല്ലാതെ ഈ സ്റ്റിക്കർ ആ ഒരു സ്ക്രൂവിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ, കറക്റ്റ് യാതൊരു ഡാമേജസും ഇല്ലാതെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബോർഡ് അതായത് ഫോണ് പൊളിക്കാത്തൊരു ഫോണാണ്. അതായത് ഫോണ് പൊളിച്ച് ബോർഡിലൊന്നും തന്നെ വർക്കിങ്ങോ ഒന്നും തന്നെ ചെയ്യാത്തൊരു ഫോണാണ്. അതേപോലെ ഡിസ്പ്ലേ ഒന്നും തന്നെ മാറാത്ത നല്ല ഫ്രഷ് ഫോണാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. യാതൊരുവിധ പ്രോബ്ലംസിന് യാതൊരു കംപ്ലൈൻ്റ് ആയിട്ടും ഒരു വർക്ക് ചെയ്തിട്ടില്ലാത്ത ഒരു ഫോണാണ് എന്ന് മനസ്സിലാക്കാം. നമുക്കിത് ഇളക്കണമെന്നുണ്ടെങ്കിൽ ഇത് പൊളിച്ചൊരു ഫോണാണെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ ഡാമേജ് ആയി കാണും, ചിലപ്പോൾ ഇളക്കിയ ഒരു പാടും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളത് നോക്കുക. ഇത് MIയുടെ ഫോൺ ആയതുകൊണ്ട് MIയുടെ സ്റ്റിക്കറാണ്. വിവോയുടെ ആണെങ്കിൽ വിവോ എന്ന് കാണും, ഓപ്പോയുടെ ആണെങ്കിൽ ഓപ്പോയുടെ ഒരു ലോഗോ സ്റ്റിക്കർ കാണും, സാംസങ്ങിനാണെങ്കിൽ സാംസങ്ങിൻ്റെ ഒരു ലോഗോ സ്റ്റിക്കർ കാണും. ഏത് കമ്പനിയുടെ ഫോണാണോ അവരുടെ ഒറിജിനൽ സ്റ്റിക്കർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മദർ ബോർഡിൻ്റെയോ അല്ലെങ്കിൽ CC ബോർഡിൻ്റെയോ ആ സ്ക്രൂവിൻ്റെ മുകളിലായിട്ടായിരിക്കും ഈ ഒരു ലോഗോയോട് കൂടിയ ആ ഒരു സ്റ്റിക്കർ കാണാൻ സാധിക്കുക. ഇപ്പോൾ ചില ഷോപ്പുകളിലൊക്കെ ലോഗോ എടുത്ത് കളഞ്ഞ് അവരുടെ കമ്പനി ലോഗോ എടുത്ത് കളഞ്ഞതിന് ശേഷം അവരുടേതായ ലോഗോ അവർ ഇൻസെർട്ട് ചെയ്യാറുണ്ട്. കാരണം വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടാണോ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി അവരുടേതായ ലോഗോ ഇടാറുണ്ട്. അപ്പോൾ കമ്പനി ലോഗോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിൻ്റേതായ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.